ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീൻസും ക്യാരറ്റും വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീൻസ് നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ ചെറുതാക്കിയിട്ട് വട്ടന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം ബീൻസ് എടുക്കുന്നോ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മതിയാവും ക്യാരറ്റ്. ഞാനിവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സവാള നീളൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് നന്നായിട്ട് മൂത്ത് വരണം, എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ തോരനിൽ നാളികേരം ചിരകിയത് ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു പിടി നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നാളികേരം ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നേരെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വേണം വെച്ചിട്ടുണ്ടാവേണ്ടത്. പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അതേപോലെ തന്നെ ഇത് മൂടി വെച്ചിട്ട് വേവിക്കാനും പാടില്ല. മൂടി വെച്ച് വേവിക്കുമ്പോൾ ആവി വെള്ളം വീണിട്ടും കറിയുടെ ടേസ്റ്റ് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരൻ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഉള്ളെല്ലാം തന്നെ നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ആ ഒരു പച്ച കളറും ഒക്കെ മാറിയിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു തോരനാണ്. ഈ ബീൻസും ക്യാരറ്റും കൂടി തോരൻ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.